ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. അഫലാ ഉഅല്ലിമുക്കും ഷൈആ, ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. തുദ്രികൂന ബിഹി മൻ സബഖക്കും വതസ്ബിഖൂന ബിഹി മൻ ബഅദക്കും. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സമ്പത്ത് കൊണ്ടൊക്കെ ജിഹാദ് ചെയ്ത ആളുകളുണ്ടല്ലോ, അവരെ മറികടക്കാൻ കഴിയുന്ന ഒരു അമൽ, നിങ്ങൾക്കെല്ലാവരുടെയും മുന്നിലെത്താൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഇന്നലെ നമ്മൾ പറഞ്ഞു, ഏതൊരു ഫർള് നിസ്കാരം കഴിഞ്ഞാലും ഒരു തവണ ആയത്തുൽ കുർസി ഓതുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. അതുകൊണ്ട് ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ വിജയവും ലഭിക്കാൻ കാരണമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ വീട്ടിൽ ഭക്ഷണം ചെയ്യുന്ന, പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകാൻ പോലും ആയത്തുൽ കുർസി ഓതി അതിലേക്ക് ഊതിയാൽ അത് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഒരു വലിയ ബറക്കത്താണ്. സഹാബികളിൽ ഒരാൾ മുത്ത് റസൂലിന്റെ അടുത്തേക്ക് വന്നു. ഹബീബായ നബിയോട് പറഞ്ഞു, നബിയേ, വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തിട്ട് മതിയാകുന്നില്ല, കറി തീരെ തികയാത്ത അവസ്ഥയാണ് നബിയേ, അതിൽ ബറക്കത്തുണ്ടാകാൻ ഞാൻ എന്തു ചെയ്യണം? ഉടനെ ഫഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ആ സഹാബിയോട് ചോദിച്ചതിങ്ങനെയാണ്, ഐന അൻത മിൻ ആയത്തിൽ കുർസി, ഐന അൻത മിൻ ആയത്തിൽ കുർസി. ആയത്തുൽ കുർസിയുടെ കാര്യത്തിൽ നീ അശ്രദ്ധനാകുന്നുവോ? നീ ഒരു കാര്യം ചെയ്യേ, ഭക്ഷണം പാകം ചെയ്ത് വെച്ചാൽ അതിലൊന്ന് ആയത്തുൽ കുർസി ഓതി ഊത്. ആയത്തുൽ കുർസി പാരായണം ചെയ്തൊരു ഭക്ഷണത്തിലേക്ക് ഊതിയാൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ ഭക്ഷണത്തിൽ പ്രത്യേക ബറക്കത്ത് ചൊരിയുമെന്ന് ഹബീബായ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഫളായിലൊന്നും മൊത്തത്തിൽ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ ആയത്തുൽ കുർസി നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നിസ്കാരത്തിന് ശേഷം ഒരു തവണ അത് പാരായണം ചെയ്യുന്നൊരു രീതി ഇൻഷാ അല്ലാഹ് നമ്മളിലൊക്കെ ഉണ്ടാവണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ നിസ്കാരം കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ദിക്റുകൾ ചൊല്ലി ആയത്തുൽ കുർസി ഓതി. ഇനി ആയത്തുൽ കുർസി കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ചൊല്ലേണ്ടത് 33 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ആ ദിക്റാണ്. അതൊക്കെ പലരും പതിവാക്കുന്നവരാവും. അതിൻ്റെയൊക്കെ ഫളില് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചെയ്യാം. അതിൻ്റെ മഹത്വം എനിക്ക് കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ തന്നെ ചെയ്യാം. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. ഒരു റിവായത്തിൽ അല്ലാഹു അക്ബർ എന്നത് 34 എന്നും വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് 33 തന്നെ ചെല്ലണം. അത് 32 ആക്കണ്ട. നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി ചൊല്ലുന്ന ആ ദിക്റ് 34 ആക്കണ്ട. അതെന്തേ അങ്ങനെ? ഒരാള് നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം എന്നുള്ള വിവരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? കുറച്ച് കൂടുതൽ അങ്ങോട്ട് ചൊല്ലി, കുറയണ്ട, കൂടുതലായിക്കോട്ടെ, കൂലി കൂടുതൽ കിട്ടട്ടെ എന്ന് കരുതി ചൊല്ലിയാൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ 33-ന് അതിൻ്റെ ഒരു ഫضലുണ്ട്. അത് കിട്ടണമെങ്കിൽ ആ പറഞ്ഞ എണ്ണം തന്നെയാവണം. ദിക്റുല്ലാഹിയുടെ കാര്യത്തിൽ കൃത്യമായി എണ്ണം പറഞ്ഞെടുത്ത് ആ എണ്ണം തന്നെ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ താക്കോലിന്റെ പല്ലുകളെ പോലെയാണ്. പൂട്ട് തുറക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന താക്കോലിന്റെ പല്ലുകളില്ലേ സഹോദര, ആ പല്ലുകളില്ലേ സഹോദരി, അത് കൂടിയാൽ ചില പൂട്ട് തുറകില്ല.
അത് കുറഞ്ഞാലും പൂട്ട് തുറകില്ല. അങ്ങനെയാണല്ലോ അതിന്റെ സംവിധാനം. എന്നതുപോലെ ഈ ദിക്റുല്ലാഹി ഇതൊക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ തുറന്നു കിട്ടാനുള്ള പരിഹാരമാണ്, അത് തുറക്കാനുള്ള താക്കോലാണ്. അപ്പൊ അതിന് മുത്ത് റസൂൽ എണ്ണം പറഞ്ഞെടുത്ത് ആ എണ്ണം ശ്രദ്ധിച്ചു തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ ഈ ദിക്റൊക്കെ ചെല്ലുന്നോടത്ത് പലപ്പോഴും ഒരുതരം ഗഫ്ലത്ത് ഉണ്ടാകും. സുബ്ഹാനല്ലാഹ് 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 33 അല്ല 3333 ചൊല്ലിയിട്ടും കാര്യമല്ല. ഒരൊറ്റ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ കൂലി പോലും അതുകൊണ്ട് കിട്ടൂല. സുബ്ഹാനല്ലാഹ് 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 എന്ത് സുബ്ഹാനല്ലാഹ് എന്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈ ഒരു ശൈലി മാറ്റണം. ചെല്ലുന്നത് അല്ലാഹു സ്വീകരിക്കുന്ന നിലക്കാക്കണം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ മുഅ്മിനെ അത് ഇലാഹായ റബ്ബിന്റെ പരിശുദ്ധിയെ വാഴ്ത്തലാ. നമ്മൾ ഓരോരുത്തരും ഈ സമയമൊന്ന് ചിന്തിക്കണം. ആ സുബ്ഹാനല്ലാഹ് നമ്മൾ പറയുന്നത് അക്ഷരശുദ്ധിയോടുകൂടെയാണോ? അൽഹംദുലില്ലാഹ് ആ അൽഹംദുലില്ലാഹ് നമ്മൾ ചൊല്ലാറുള്ളത് അക്ഷരശുദ്ധിയോടുകൂടെയാണോ? അല്ലാഹു അക്ബർ അത് നമ്മൾ ചൊല്ലാറുള്ളത് അക്ഷരശുദ്ധിയോടുകൂടെയാണോ? ഇത് ആർക്ക് വേണ്ടിയാ നമ്മൾ ചൊല്ലുന്നത്? ചിലപ്പോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് 2 വട്ടം പറയുമ്പോഴത്തേക്ക് വരല 5, 6, 8 മടങ്ങിണ്ടാവും. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. ഇതൊരു കളിയാക്കി മാറ്റരുത്. ഇതിനൊക്കെ വലിയ പവറുണ്ട്, ഫളലുണ്ട്. ചെയ്യുന്നതൊരല്പമാണെങ്കിലും വൃത്തിയോടുകൂടെ ഇതിന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് കിട്ടണമെന്ന ആ ഒരു നിയ്യത്തിൽ അക്ഷരശുദ്ധിയോടുകൂടെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അങ്ങനെയാണ് പല ആളുകളും യാസീന്റെ വിഷയത്തിലൊക്കെ ചില വിഷയങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യാസീൻ നേർച്ചയാക്കും. ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു 313 യാസീൻ നേർച്ചയാക്കി ഓതിയിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും പല പ്രയാസങ്ങളും വരുമ്പോൾ അതിന്റെ പരിഹാരത്തിന് വേണ്ടി 313 യാസീനൊക്കെ നേർച്ചയാക്കും. നേർച്ചയാക്കി ഓതിയാൽ അതിന് ഫലം കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ നേർച്ചയാക്കലോടുകൂടെ അത് നിർബന്ധമായി. ആ നിർബന്ധമായ സംഗതി അത് ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും. ഇപ്പൊ ഒരു യാസീൻ ഓതാൻ നേർച്ചയാക്കിയാൽ ആ ഒരു യാസീൻ നേർച്ചയാക്കലോടുകൂടെ നിർബന്ധമായി. ഏതൊരു സുന്നത്തായ കാര്യവും നമ്മൾ നേർച്ചയാക്കലോടുകൂടെ അത് നിർബന്ധമായി മാറും. അങ്ങനെയാണ്. നാളെ മറ്റന്നാൾ വ്യാഴാഴ്ചയാണ്, ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അന്നത്തെ നോമ്പ് സുന്നത്തല്ല, ഫർളാണ്, നിർബന്ധമാണ്. അതിൽ വല്ല ഭംഗവും വന്നാൽ അതിന് കുറ്റം കിട്ടും, അല്ലെങ്കിൽ അത് ഖളാ വീട്ടണം. എന്നതുപോലെ 313 യാസീനൊക്കെ നേർച്ചയാക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ നേർച്ചയാക്കിയിട്ട് ബേജാറ് 313 തീരണ്ടേ. അപ്പൊ പിന്നെ തീർക്കാനുള്ള ഒരുക്കാൻ എങ്ങനെ തീർക്കല്? അസീമുൽ ഖുർആൻ ലകീം ഇന്നകൽ മുർസലിൻ ഇലാ സിറാത്തിൻ മുസ്തഖീം അദീദിർ റഹീം. ആർക്കത്? ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ കൂലി കിട്ടുമോ? അസീമുൽ ഖുർആൻ ലകീം ഇന്നകൽ മുർസലിൻ ഇലാ സിറാത്തിൻ മുസ്തഖീം ഒരായത്താണ്ട് തീരാൻ നേരം ഉണ്ടാവില്ല, അപ്പോഴത്തേക്ക് അടുത്ത ആയത്തിലേക്ക് ചാടിയിട്ടുണ്ടാവും. എത്ര അക്ഷരങ്ങളാണ് അതിൽ നഷ്ടപ്പെടുന്നത്? എന്ത് അക്ഷരശുദ്ധിയാണ് അതിലുള്ളത്? വറത്തിലിൽ ഖുർആന തർത്തീലാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതിന്റെ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പരമാവധി പാലിച്ചല്ലേ ഓതേണ്ടത്. അതുപോലെ ദിക്റുകളും അക്ഷരശുദ്ധിയോടുകൂടെയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് കുറേ ചെയ്യണമെന്ന് ഞങ്ങളോട് പറയണില്ല. ചെയ്യുന്നത് അത് നമുക്ക് മനസ്സിന് സംതൃപ്തി കിട്ടണം. അതിന്റെ ഫലം ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടണം. ആ രൂപത്തിലാവണം. അപ്പൊ എന്തൊക്കെ പറയാനുള്ള കാരണം, നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലാറുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഈ ദിക്റുകളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? എല്ലാവരും എന്നല്ല, എന്നാൽ പലരും ഇതിൽ ഗഫലത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്
ഒരു റാഹത്തില്ലാത്തൊരു ചെല്ലല്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുന്ന നിലയിലാവണം. അൽഹംദുലില്ലാഹ്, അത് റബ്ബ് കബൂലാക്കുന്ന വിധത്തിലാകണം. എന്നാൽ അല്ലാഹു അതിന് നൽകുന്ന പ്രതിഫലം കേൾക്കണോ? ഒന്ന് ശ്രദ്ധിക്കണേ. ഞാനൊരു ഹദീസ് പറയാം. ഈ ഒരു സുബ്ഹാനല്ലാഹയുടെയും അൽഹംദുലില്ലയുടെയും അല്ലാഹു അക്ബറിന്റെയും കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ വലിയ സമ്പന്നന്മാരാ. ദുനിയാവിലും ആഖിറത്തിലും സമ്പന്നരാണ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, അന്ന ഫുഖറാ അൽ മുഹാജിരീൻ അതൗ റസൂലല്ലാഹ്. മഹാന്മാരായ ഫുഖറാക്കളായ മുഹാജിരീങ്ങൾ മുത്ത് റസൂലിന്റെ അടുത്തേക്ക് വന്നു. മുഹാജിരീങ്ങളായ വളരെ പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രരായ ഏതാനും സഹാബിമാർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നു. ഒരു പരാതിയുമായിട്ടാണ് വന്നത്. എന്താണ് അവരുടെ പരാതി എന്ന് കേൾക്കണോ? ഫഖാലു, അവര് പറഞ്ഞു, നബിയേ, റഹബ അഹ്ലുദ്ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. നബിയെ, നാട്ടിലുള്ള സമ്പന്നരായ സഹാബിമാർ, നബിയെ, നാട്ടിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ സമ്പന്നന്മാർ, എല്ലാ ഉന്നതമായ ദറജയും അവർ കൊണ്ടുപോയി, എല്ലാ സൗഭാഗ്യങ്ങളും അവർ എത്രയെത്ര വലിയ പ്രതിഫലമാണ് അവർ നേടുന്നത്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അതെന്താണങ്ങനെ? എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ പറഞ്ഞു, നബിയേ, യുസല്ലൂന കമാ നുസല്ലി, ഈ നാട്ടിലുള്ള സമ്പന്നർ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് അവര് നിസ്കരിക്കുന്നത്. വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ തന്നെയാണ് അവരുടെ നോമ്പും. അപ്പോൾ നോമ്പിന്റെ കാര്യത്തിലും നിസ്കാരത്തിന്റെ കാര്യത്തിലുമൊക്കെ ഞങ്ങൾ ഒരുപോലെയാ. എന്നാൽ വയതസദ്ദഖൂന വലാ നതസദ്ദഖൂ, അവര് നല്ലതുപോലെ സ്വതക്ക കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ലല്ലോ നബിയേ. അവർക്ക് അല്ലാഹു തആല സമ്പത്ത് നൽകിയത് കൊണ്ട് അവര് പാവങ്ങളെ കണ്ടുപിടിച്ച് അർഹരായ ആളുകളെ തേടിപ്പിടിച്ച് നന്നായി നല്ല മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ അതിനൊന്നുമില്ല. അവർ പല അടിമകളെയും മോചിപ്പിക്കുന്നു പണം ചെലവഴിച്ചുകൊണ്ട്, ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിനൊരു പരിഹാരം വേണം. അള്ളാഹു ഞങ്ങൾക്ക് പണം തരാത്തത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയാത്തത്, നേരിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് നബിയെ, അതിനൊരു പരിഹാരം പറഞ്ഞു തരണം. കേൾക്കന്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദരാ, ഇതൊന്ന് കേൾക്ക് സഹോദരി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അഫലാ ഉഅല്ലിമുകും ശൈആ തുദ്രികൂന ബിഹി മൻ സബഖകും വതസ്ബിഖൂന ബിഹി മൻ ബഅദകും വലാ യകൂനു അഹദുൻ അഫ്ളല മിൻകും ഇല്ലാ മൻ സനഅ മിസ്ല മാ സനഅതും. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. അഫലാ ഉഅല്ലിമുകും ശൈആ, ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. തുദ്രികൂന ബിഹി മൻ സബഖകും വതസ്ബിഖൂന ബിഹി മൻ ബഅദകും. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സമ്പത്ത് കൊണ്ടൊക്കെ ജിഹാദ് ചെയ്ത ആളുകളുണ്ടല്ലോ, അവരെ മറികടക്കാൻ കഴിയുന്ന ഒരു അമൽ, നിങ്ങൾക്കെല്ലാവരുടെയും മുന്നിലെത്താൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ അറിയിച്ചു തരൂ നബിയേ. എന്താണ് അമൽ?
ഉടനെ ഫഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂന ദുബറ കുല്ലി സ്വലാത്തിൻ 33 മറ. അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർക്ക് സന്തോഷമായി. കാരണം വലിയ അടങ്ങാറ് പിടിച്ച പണിയൊന്നുമല്ലല്ലോ. ഒരു 33 സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, 33 അൽഹംദുലില്ലാഹ് പറയാൻ, 33 അല്ലാഹു അക്ബർ പറയാൻ എളുപ്പമാണല്ലോ. ഓരോ നിസ്കാരത്തിൻ്റെയും ശേഷം 33 തവണ അത് പറഞ്ഞാൽ ഈ ഉന്നത ദർജയിലെത്തിപ്പെടാമല്ലോ. അൽഹംദുലില്ലാഹ്. സന്തോഷത്തോടുകൂടെ അവർ മടങ്ങി. പിന്നീട് അവർ വീണ്ടും മുത്ത് റസൂലിന്റെ അടുത്തേക്ക് വന്നു. فرجع فقراء المهاجرين إلى رسول الله. പിന്നീട് ഒരിക്കൽ മഹാന്മാരായ ഫുഖറാക്കളായ മുഹാജിറുകൾ, അവർ ചില്ലറക്കാരല്ല കേട്ടോ, ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാരാ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവൻ ഞാനാണ്. വമഈ ഫുഖറാഉൽ മുഹാജിരീൻ അന അവ്വലു മൻ യുഹർരികു ഹിലഖൽ ജന്ന വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ. ആദ്യമായി സ്വർഗത്തിന്റെ പൂട്ട് തുറന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവൻ ഞാനായിരിക്കും. എന്റെ കൂടെ അന്ന് പാവപ്പെട്ട മുഹാജിറുകളായ ഫുഖറാക്കളാണ് ഉണ്ടാവുക. എന്തേ കാര്യമെന്നറിയോ? അവരെല്ലാം ഇലാഹായ റബ്ബിന് വേണ്ടി സമർപ്പിച്ചവരാ. ഫി ഉസ്ബത്തിൻ മിൻ ഖുറൈശിൻ ഖാല ഖായിലുഹും ബിബത്നി മക്കത്തലം മാ അസ്ലമു സൂലു സാലു ഫമാ സാലൻ കാശും വലാ കുശുഫുൻ ഇൻദൽ ലിഖാഇ വലാ മീലും മഅസീലു. മുത്ത് റസൂൽ ഒരു വാക്ക് പറഞ്ഞപ്പോൾ സ്വന്തം നാടും കുടുംബവും സൗകര്യവും ജോലിയും സമ്പത്തും എല്ലാം ഒഴിവാക്കി അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പണം നടത്തിയവരാണവർ. അവര് ചില്ലറക്കാരല്ല. ഏതായാലും ഈ പാവപ്പെട്ട മുഹാജിരിങ്ങൾ അവര് മുത്ത് റസൂൽ മുമ്പാ സുബ്ഹാനല്ലാഹയുടെയും അൽഹംദുലില്ലയുടെയും അല്ലാഹു അക്ബറിന്റെയും കാര്യം പറഞ്ഞപ്പോ സന്തോഷത്തോടെ പോയതാ. പിന്നെ ഇവരൊക്കെ വീണ്ടും റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, സമിയ ഇഖ്വാനുനാ അഹ്ലുൽ അംവാൽ ബിമാ ഫഅൽനാ ഫഫഅലൂ മിസ്ല. നബിയേ, ആ സമ്പന്നരായ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ ആ വിവരം അവരുടെ കയ്യിലുമെത്തി. അവരും ഇപ്പോൾ നിസ്കാരശേഷം ഈ ദിക്ർ ചൊല്ലുന്നുവല്ലോ. അതുകൊണ്ട് നബിയേ, അപ്പോൾ ആ സ്വതക്കയിൽ അവർ മുന്നിലായി. ഈ വിഷയത്തിലൊക്കെ ഞങ്ങൾ തുല്യരായി. സ്വതക്കയിൽ അവർ മുന്നിലുമായി. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു. ഉടനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ളാലിക ഫളലുല്ലാഹ് യുതീഹി മയ്യശാ. അത് ഇലാഹായ റബ്ബിന്റെ ഫളലാണ്. ആ ഫളലിനെ അവൻ ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു നൽകും. അത് അല്ലാഹുവിന്റെ ഫളലാണ്. നിഅമൽ മാലു സ്വാലിഹ് ഫീ യദി റജുലി സ്വാലിഹ്. സാലിഹായ മനുഷ്യന്റെ കയ്യിലുള്ള പണം അൽഹംദുലില്ലാ, അതുകൊണ്ട് അയാൾക്ക് വലിയ ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നു ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു സുബ്ഹാനല്ലാഹ്, ഈ ഒരു അൽഹംദുലില്ലാ, ഈ ഒരു അല്ലാഹു അക്ബർ, അതെന്റെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ പരമാവധി നമ്മൾ അക്ഷരശുദ്ധിയോടുകൂടെ ഈ വലിയ ദറജ നമുക്ക് കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ശ്രദ്ധിക്കണം, ശ്രമിക്കണം. നമ്മൾ വെറുതെ എന്ന് പറഞ്ഞിട്ട്
ഇത് വെറുതാക്കരുത്. ഇതൊരു കോമാളിക്കളിയായി മാറരുത്. ഒക്കെ പേരിന് ചെയ്തു, ആഖിറത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഒക്കെ ചുരുട്ടിക്കൂട്ടി മുഖത്തേക്ക് വലിച്ചെറിയുന്ന രൂപത്തിലാണെങ്കിൽ എന്താണ് റബ്ബേ അതുകൊണ്ടൊക്കെ ഉള്ളൊരു കാര്യം? അന്ന് പിന്നെ ഇതിൻ്റെ പേരിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. ഈ ഒരു മജ്ലിസ്, ഈ ഒരു ഉണർത്തൽ, അങ്ങനെ ഒരു ഖേദമന്നില്ലാതിരിക്കാൻ കാരണമായാൽ അൽഹംദുലില്ലാ, മുതലായി കേട്ടോ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇതിലൊക്കെ പലരും അശ്രദ്ധയിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയുന്നത്, ഈ സന്ദേശം നിങ്ങളാൽ കഴിയുന്നത് പോലെ പറ്റാവുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം, ഇതൊക്കെ ചിലതങ്ങട്ട് കേൾക്കാൻ ചിലർക്ക് സാഹചര്യം കിട്ടിയാൽ അൽഹംദുലില്ലാ വലിയ മാറ്റങ്ങൾ അവരിലുണ്ടാകും. എത്രയോ മുഅ്മിനീങ്ങൾ വിളിക്കുമ്പോൾ പറയാറുണ്ട്, എൻ്റെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ ഞാനിത് എത്തിച്ചു കൊടുത്ത് വിളിച്ച് പറയാറുണ്ട്, അതിലൊന്ന് പങ്കെടുത്തു നോക്കണമെന്നൊക്കെ. അൽഹംദുലില്ലാ, പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു ഖൈറ് നൽകട്ടെ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലാഹു നിറവേറ്റട്ടെ, നമ്മളെ സഹായിക്കുന്നവരെയൊക്കെ അല്ലാഹു സഹായിക്കട്ടെ, നമ്മെ സ്നേഹിക്കുന്നവരെ അല്ലാഹു സ്നേഹിക്കട്ടെ, നമ്മളുടെ കുടുംബത്തിൽ അല്ലാഹു ഖൈറും അഭിവൃദ്ധിയും സലാമത്തും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഹിസ്ബുൻ നസ്ർ ചൊല്ലി ഹദ്ദാദിന് ശേഷം പ്രത്യേകമായി നമുക്ക് ദുആ ചെയ്യാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളത്തെ മജ്ലിസിൽ ഹിസ്ബുൽ ബഹ്റാണ് നമുക്ക് ചൊല്ലാനുള്ളത്. ഇന്ന് ഹിസ്ബുൻ നസ്ർ ചൊല്ലും, നാളെ ഹിസ്ബുൽ ബഹ്ർ ചൊല്ലും. നമ്മളുടെ പ്രതിസന്ധിക്ക് പരിഹാരമായി മഹാന്മാരായ മശായിഖന്മാർ നിർദ്ദേശിച്ചു തന്ന ഈ ദിക്ർ നമുക്ക് പരിഹാരമാണ് കേട്ടോ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ വരും ദിവസങ്ങളിൽ ജലാലിയ റാത്തീബുൻ ചൊല്ലി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. ഏതെല്ലാം മാർഗത്തിലൂടെ നമ്മുടെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയുമോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ച് ഒരു യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി മരണപ്പെടുക. ഇതാണ് റബ്ബേ ഇതിന്റെ ലക്ഷ്യം. നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നവർ പലരുമുണ്ട്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ 10-14 വർഷമായി റബ്ബേ ഡയാലിസുമായി കഴിയുകയാണ്. ആഴ്ചയിൽ 2-3 ഡയാലിസുകളാണ്. എല്ലുകളൊക്കെ വല്ലാതെ നുരുമ്പുന്നൊരവസ്ഥയിലേക്ക് എത്തി. അതിനിടയിലൊന്ന് വീണ് കാലിൻ്റെ ഈ തുടയുടെ ഈ എവിടെയുള്ള ഒരു ബോള് പൊട്ടി. അത് ഓപ്പറേഷൻ ചെയ്യാൻ പ്രയാസമാണ്. ബോധം കെടുത്തിയാൽ ബോധം തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് വലിയ പ്രയാസമാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വല്ലാത്ത ഒരു കിടപ്പിലാണിപ്പോൾ. നടക്കാൻ പോലും വയ്യ, ബാത്റൂമിലേക്ക് പോലും എടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥ. ഓരോ ആഴ്ചയിലും 3 തവണ ഡയാലിസിന് കൊണ്ടുപോകണം, എടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഒരു മകൻ മാത്രമാണുള്ളത്. അല്ലാഹുവേ റബ്ബേ റഹ്മാനെ റഹീമേ ഗഫൂറേ ജവാദേ സത്താറേ ഫത്താഹേ വദൂദേ ഹഫീളേ മുഅ്മിനേ മുഹൈമിനേ മലിക്കേ ജബ്ബാറേ ഖുദ്ദൂസേ വഹാബേ മുതകബ്ബിറേ ശിഫ നൽകണേ റബ്ബേ, റാഹത്തിലാക്കണേ റബ്ബേ. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. വല്ലാത്ത ദയനീയമായ ഒരു കടത്താണ്. അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു കിഡ്നിയുടെ തകരാറും ശാരീരിക രോഗങ്ങളുമൊക്കെ സലാമത്തിലാക്കട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. അല്ലാഹുവേ, ഈ കൂട്ടത്തിലൊക്കെ ആർക്കെങ്കിലും കിഡ്നിക്ക് വല്ല തകരാറുമുണ്ടെങ്കിൽ ഞങ്ങളുടെ കിഡ്നിയുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ റബ്ബേ. നീ സലാമത്താക്കണമേ റബ്ബേ, നീ ശിഫയാക്കണമേ റബ്ബേ, നീ റാഹത്തിലാക്കണമേ റബ്ബേ. പടച്ചോനെ, എല്ലാ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണമേ റബ്ബേ. രോഗങ്ങളും അപകടങ്ങളൊക്കെ ബാധിച്ച് ഞങ്ങളൊരു മൂലയിൽ കിടപ്പിലായി. അല്ലാഹുവേ റബ്ബേ, എല്ലാത്തിനും മറ്റുള്ളവരോട് സഹായം തേടേണ്ട ഒരു അവസ്ഥ ഞങ്ങളെ കൂട്ടത്തിലാർക്കും വരുത്തരുതേ റബ്ബേ. അങ്ങനെ വല്ല ബലാ മുസീബത്തുകളും ഇലാഹായ റബ്ബേ ഞങ്ങളിലാർക്കെങ്കിലും നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബലാ മുസീബത്തുകൾ നീങ്ങിപ്പോകാൻ ഈ മജ്ലിസ് കാരണമാക്കണമേ അല്ലാ. പരമാവധി മുടങ്ങാതെ ഈ നന്മയിൽ ഞങ്ങളെയും കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയൊക്കെയും നീ പങ്കാളികളാക്കണമേ അല്ലാ. അതിനുള്ള കാരണമായി റാത്തീബും അസ്മാഉൽ ഹുസ്നയും ദിക്റുകളും ഒക്കെ നീ കബൂലാക്കണമേ അല്ലാ.
إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض. من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء. وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم وتخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله وبحمده سبحان الله العظيم. سبحان الله وبحمده سبحان الله العظيم. سبحان الله وبحمده سبحان الله العظيم. ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا وتب علينا إنك أنت التواب
التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا بسم الله والحمد لله الخير والشر بمشيئة الله على دين الإسلام يا ذا الجلال والإكرام أمتنا 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 على دين الإسلام يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم استغفر الله رب البرايا ونستغفر الله من الخطايا 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 فاعلم أنه لا إله إلا الله 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 لا إله إلا
الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم شرفا وكرما ومجدا وعظما ورضي الله تعالى عن أهل بيته الطيبين الطاهرين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين وعلينا معهم وفيهم برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لسيدنا الفقيه المقدم الشيخ محمد بن علي بعلوي وأصوله وفروعه وكافة ساداتنا آل بعلوي إن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى حضرة أرواح جميع سادات الصوفية أينما كانوا وحلت أرواحهم بأن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم ويلحقنا بهم في لطف وخير وعافية. الفاتحة.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. لصاحب الراتب الكبير القطب الشهير الحبيب عبد الله بن علوي الحداد بعلوي رضي الله عنه وأصوله وفروعه بأن الله يعلي درجاتهم في الجنة. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. لكافة عباد الله الصالحين ولوالدينا ولكافة المسلمين إن الله يغفر لهم ويرحمهم ويسكنهم في الجنة ويصلح أمور المسلمين ويكفيهم شر المؤذين ويتقبل منا ومنكم ويرزقنا وإياكم حسن الخاتمة عند الموت في خير ولطف وعافية. وإلى حضرة النبي محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت تفضل بكل خير راحمين يا أرحم الراحمين. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا حي يا قيوم أحيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. يا حي يا قيوم أحيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. يا حي يا قيوم أحيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. മുഅ്മിനീങ്ങളെ ഹിസ്ബുൻ നസ്ർ ചൊല്ലിത്തരും. സ്ക്രീനിൽ ആ ഹിസ്ബുൻ നസ്ർ നിങ്ങൾക്ക് കാണാം. പരമാവധി അക്ഷരശുദ്ധിയോടുകൂടെ ഉസ്താദുമാർ ചൊല്ലിത്തരുന്നത് പോലെ നിങ്ങൾ ചൊല്ലണം. ഇതുകൊണ്ടുള്ള എല്ലാ ഖൈറും എല്ലാ രക്ഷയും എല്ലാ കാവലും കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ എല്ലാവരും ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമുക്ക് നമ്മുടെ റബ്ബിനോട് തേടാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങളൊക്കെയും റാഹത്താക്കി തരട്ടെ.
بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد اللهم بسطوة جبروت قهرك وبسرعة إغاثة نصرك وبغيرتك لانتهاك حرماتك وبحمايتك لمن احتمى بآياتك نسألك يا الله يا الله يا الله يا الله يا الله يا الله يا سميع يا مجيب يا سميع يا مجيب يا قريب يا سريع يا قريب يا سريع يا منتقم يا قهار يا منتقم يا قهار يا شديد البطش يا شديد البطش يا من لا يعجزه يا من لا يعجزه قهر الجبابرة ولا يعظم عليه هلاك المتمردين من الملوك الأكاسرة أن تجعل كيد من كادنا في نحره ومكر من مكر بنا عائدا إليه وحفرة من حفر لنا واقعا فيها ومن نصب لنا شبكة الخداع اجعله يا سيدي مساقا إليها ومصادا فيها وأسيرا لديها اللهم بحق كافها يا عين صاد اكفنا هم العدا ولقهم الردى واجعلهم لكل حبيب فداء وسلط عليهم عاجل النقم في اليوم والغدا اللهم بدد شملهم اللهم فرق جمعهم وأقلل عددهم اللهم فل حدهم اللهم اجعل الدائرة
الدائرة عليهم اجعل الدائرة عليهم اللهم أوصل العذاب إليهم أوصل العذاب إليهم اللهم أخرجهم عن دائرة الحلم عن دائرة الحلم واللطف واصلبهم مدد الإمهال وغل أيديهم واربط على قلوبهم ولا تبلغهم الآمال اللهم مزقهم كل ممزق مزقته لأعدائك انتصارا لأنبيائك ورسلك وأوليائك اللهم انتصر لنا انتصارك لأحبابك على أعدائك 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 اللهم لا تمكن الأعداء فينا ولا منا ولا تسلطهم علينا بذنوبنا ولا تسلطهم علينا بذنوبنا حميم 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 حم الأمر وجاء النصر فعلينا لا ينصرون اللهم بحق حميم عين سين قاف حمايتنا مما نخاف اللهم قنا شر الأسوأ ولا تحملنا محلا للبلوى اللهم أعطنا أمل الرجاء وفوق الأمل اللهم
اللهم يا من يا من بفضله بفضله لفضله لفضله اللهم اللهم يا من يا من بفضله بفضله لفضله لفضله نسأله نسأله نسألك العجل نسألك العجل العجل إلى الإجابة إلى الإجابة يا من أجاب سيدنا نوحا يا من أجاب سيدنا نوح عليه السلام في قومه عليه السلام في قومه ويا من